പ്രവർത്തിച്ചത്, അതിൻ്റെ തുടക്കവും ഇതുവരെയും ഈ സ്ഥാപനത്തിൻ്റെ കൂടെ ബഹുമാനപ്പെട്ടവരുണ്ട്, എന്നുമുണ്ടാകണം. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളവരുടെ പ്രസംഗം കഴിഞ്ഞാൽ നമ്മളുടെ ആ കാണുന്ന പള്ളിയുടെ ലോഞ്ചിങ് പരിപാടി നടക്കുകയാണ്. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുന മുത്തന്നൂർ തങ്ങൾ ഉസ്താദിൻ്റെ ഉപദേശവും ദുആയും നമുക്കുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ഈ പള്ളിയല്ലാതെ വേറെയും ചില ആഗ്രഹങ്ങൾ തങ്ങൾ ഉസ്താദ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് തങ്ങൾ ഉസ്താദ് തന്നെ നിങ്ങളെ അറിയിക്കും. അതിന് മുമ്പായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമുക്കിന്ന് ഈ ഒരു മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളവറുകൾ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത് ഇവിടുത്തെ പള്ളി ദർസ് നടത്തി വരുന്ന മുദരിസ് ഉസ്താദ് അവറുകൾ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ സാഫി സഖാഫി അവറുകൾ, അതുപോലെ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഈ സദസ്സിലിരിക്കുന്ന സഹോദര സഹോദരിമാർ, മുതഅല്ലിമീങ്ങൾ, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി നിന്നതല്ല. സഖാഫി ഉസ്താദുമായിട്ട് ഏകദേശം ഒരു 25 വർഷത്തിൻ്റെ ഒരു ബന്ധത്തിലാണ്. ആ ഒരു ബന്ധത്തിലേക്ക് എന്നെ ഇവിടെ എത്തിച്ചത് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്ന ഒരു സംഘടനയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മദ്രസക്ക് വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ചെറിയ പള്ളിയും ആ പരിശുദ്ധ ഖുർആൻ കുട്ടികൾക്ക് അത് വെക്കാനുള്ള ഒരു കസാല, ഒരു ബെഞ്ച് പോലും ഇല്ലാത്ത താലൂക്കിന്റെ കുഗ്രാമത്തിൽപ്പെട്ട അതപ്പതിച്ച നിലക്കുള്ള ഒരു മദ്രസയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഉസ്താദിന് ഇരിക്കാൻ പോലും ഒരു കസാല പോലും ഇല്ലാത്ത ഒരു മദ്രസ എന്റെ ജീവിതത്തിൽ, ഈ താലൂക്കിൽ, ഈ നാട്ടിൽ, ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പട്ടൂരിലാണെന്ന് ഞാൻ ഓർത്തുപോകുന്നു. അന്ന് മുതൽ ആ 20 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ബന്ധം അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ആ സമയത്ത് തന്നെ ആ എസ്എംഎയുടെ കീഴിലായി കൊണ്ട് കുട്ടികൾക്കും ഉസ്താദിനും ഇരിക്കാനുള്ള കസാലകൾ, അതുപോലെ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ബോർഡിന് വ്യവസ്ഥകൾ എസ്എംഎക്ക് ചെയ്യാൻ സാധിച്ചു. ഇന്ന് എസ്എംഎ എന്ന് പറയുന്ന ആ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനകൾ നമ്മുടെ കർണാടകയിൽ മൊത്തം ദീനീ കാര്യത്തിന്, മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് എസ്എംഎ എന്നുള്ളത്. അൽഹംദുലില്ലാഹ് അതിന്റെ തുടക്കമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പള്ളിന്റെ ആവശ്യം വന്ന് വീണ്ടും എന്നെ സന്ദർശിച്ചു. എൻ്റെ സുഹൃത്തായ ദാവൂദാജിനെ കൊണ്ട് ഇവിടെ ഒരു ചെറിയ പള്ളിയും വീണ്ടും അത് പുനർനിർമ്മിക്കാൻ അദ്ദേഹം സഹായിക്കുകയും അങ്ങനെ ഒരു ചെറിയ പള്ളി വന്നു. അതിന്റെ ശേഷം ഒരു ദിവസം വരികയാണ്, എന്താകണം ചെയ്യുന്നത്, എന്തും ആടെന്തെങ്കിലും നടക്കണ്ടേ, നമുക്കൊരു സ്ഥാപന പോലെ ആക്കിയെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങിക്കോ. അങ്ങനെ സ്ഥാപന തുടങ്ങി.
ഇതിന്റെ പിന്നിൽ ആ സാഫി സഖാഫി പ്രവർത്തിച്ചത് ഇത്രയൊന്നല്ല. എല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ സ്ഥാപനം വളരെ ബർക്കത്തുള്ള ഒരു സ്ഥാപനമാണ്, അതിൽ സംശയമില്ല. ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഈ സ്ഥാപനത്തെയും സഹായിക്കുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് സഹായം നൽകുന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പറയാൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്, മുത്തന്നൂർ തങ്ങളവറുകൾ ചില പദ്ധതികളും നമുക്ക് ഇവിടെ തുടങ്ങാൻ നിർദ്ദേശിക്കുന്നു എന്നുള്ള സന്തോഷപൂർവ്വമാണ് കിട്ടിയത്. അൽഹംദുലില്ലാഹ്, അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങാനും അതിന്റെ പിന്നിൽ നാം അണിനിരന്ന് പ്രവർത്തിക്കാനും അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി പലരും പല നിലക്കാണ് സഹായിച്ചിട്ടുള്ളത്. ഇറച്ചി കൊണ്ട്, അരി കൊണ്ട്, സംഭാവനകൾ കൊണ്ട്, സദഖകൾ കൊണ്ട്, പല ഈ മജ്‌ലിസിന് വേണ്ടി ആയിരക്കണക്കിന് ദിക്റുകൾ പറഞ്ഞ് ഇവിടെ ഏൽപ്പിച്ചവരുണ്ട് ദുആ കൊണ്ട്. അതേപോലെ അബ്ദുൽ ഹമീദ് ഹാജി ഉജിര, അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ജീസൻ എന്നല്ല അവർ ഡോക്ടറുടെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലും ഇവിടെ ഈ ആണ്ട് നേർച്ചയിൽ ദുആ ചെയ്യാൻ വേണ്ടി ആട് നേർച്ചയാക്കുകയും ഇന്നത്തെ ഭക്ഷണത്തിന് അത് ഇവിടെ കറിവെച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീസൻ ഡോക്ടറിനും കുടുംബത്തിനും ഹമീദാജിക്കും കുടുംബത്തിനും ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ ഷെഹറിൽ നിന്ന്, എല്ലാ ബുദ്ധിമുട്ട്, ആഫത്ത്, മുസീബത്തിൽ നിന്ന് ആ കുടുംബത്തെ സലാമത്താക്കി കൊണ്ട് ഇനിയും ഈ ഒരു മജ്‌ലിസിലേക്കുള്ള നോട്ടം അവർക്ക് നീ ഇട്ടുകൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകിച്ച് ദുആർന്നുകൊണ്ട് എല്ലാവരും ഈ സംരംഭത്തിന് വേണ്ടി വന്ന ഓരോരുത്തർക്കും സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കിന് ഞാൻ വിരാമം നൽകുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കാണുന്ന പുനർനിർമ്മിക്കുന്ന പള്ളിയുടെ ലോഞ്ചിങ് പരിപാടി ബഹുമാനപ്പെട്ട സയ്യിദുമാർ മുത്തന്നൂർ തങ്ങൾ ഉസ്താദ്, അതുപോലെ സയ്യിദന ഇസ്മായിൽ ഹല്ലാദി തങ്ങൾ, ബഹുമാനപ്പെട്ട ഹാജി യൂസുഫ് സഖാഫി ഉസ്താദ്, DK ഉമർ സഖാഫി ഉസ്താദ്, വടാൾ ഹംസ മുസ്ലിയാർ ഉസ്താദ്, അതുപോലെ മാടാവ് അഷ്റഫ് സഖാഫി ഉസ്താദ് തുടങ്ങിയ ബദറുദ്ദീൻ ഹസനി, നമ്മളെ ബോളദവീൽ ഉസ്താദുണ്ട്, ഫൈസ് ഉസ്താദാണ്. അങ്ങനെ എല്ലാവരും കൂടി അതിൻ്റെ ലോഞ്ചിങ് പരിപാടി നടത്തുകയാണ്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തന്നൂർ തങ്ങൾ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇലാ ഹദറത്ത് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സുഹാദി വസ്സാലിഹീൻ ഖുസൂസൻ വഇലാ ഹദറത്തിൽ ബദ്രിയീന വൽ ലുഹ്ദിയീന വൽ ഖന്ദഖീന വൽ ഖൈബരിയീൻ വഇലാ ഹദറത്തി ഖാജ മുഈദ്ദീൻ ജസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ ലദീ സൗണ്ട് കൂട്ടെ وابنه فخر الدين باب السلواري قدس الله سره اللذيذ ابنه أسام الدين صامباري قدس الله سره اللذيذ وإلى حضرة جدي علي القطب الأخضل قدس الله سره اللذيذ وإلى حضرة الأولياء من مشارق الأرض إلى مغاربها الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല മജ്ലിസാക്കി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെയും അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളുടെയും അവിടുത്തെ പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളുടെയും ഒക്കെ നദറും ഹിഫ്ളും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു സ്ഥാപനമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദീർഘമായി ഒരു പ്രഭാഷണം ഞാൻ നടത്തുന്നില്ല. ഞാൻ മഗ്രിബിക്ക് വന്നതിന് പക്ഷേ നിങ്ങൾ വരില്ല. ഞാൻ 7 മണി 7:15 എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം വന്ന ആളുകൾ ആദ്യം പോകണം. അങ്ങനെയാണ് ഇവിടെ സ്വാഗതം പറഞ്ഞത്. പക്ഷെ നിങ്ങളെത്താതിരുന്നാൽ ഒരു രക്ഷയില്ല. 2 കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ഒന്ന്, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഇത് പകലിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. അസർ നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങും പരിപാടി. മഗ്രിബോടുകൂടെ പരിപാടി നിൽക്കും. എന്തെങ്കിലും അഭിപ്രായം? കൈപൊക്കിയാണ് അഭിപ്രായം. കൈപൊക്കി ഇൻഷാ അല്ലാഹ് നമ്മളെ ഭൂരിപക്ഷം ഉണ്ട്. നമ്മളെ സ്ഥാനാർത്ഥി ജയിക്കും നോക്കോളൂ. കാരണം എന്ത് വെച്ചാൽ ഇപ്പൊ ഇന്ന് ഞാൻ പയമ്പിച്ചാൽ ഇതേ പരിപാടി ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഉറൂസ് കഴിഞ്ഞ വരികയാണ്. അവിടെ ഈ രാത്രിയായിരുന്നു ഇതേ മോഡൽ 18 ആൾ വെടിയും 12 ആൾ റോട്ടം വരും 15 ആൾ ചെമ്പുങ്കലുമായിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടലാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത വർഷം നമുക്ക് ഇത് ഉച്ചക്കാക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. ഞാൻ അവിടെ വർഷങ്ങളായിട്ട് അവിടെ വരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞതല്ലെന്ന് കരുതി അൽഹംദുലില്ലാഹ് ഈ വർഷം അങ്ങനെയാക്കും. നല്ല ജനം, പ്രൗഢമായ മജ്ലിസ്. ഇവിടെയും നമുക്ക് ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. ഇപ്പം മഞ്ഞാണ്.
ഈ മഞ്ഞ് നിങ്ങൾ കൊള്ളുന്നുണ്ട്, ഇതിന്റെ ഫലം നാളെ അറിയുള്ളൂ. ഇപ്പൊ അറിയൂല. ഇപ്പൊ നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കും, നാളെ ഇതിന്റെ ഒക്കെ ഉഷാററിയും. നാളെ നമ്മൾ ഈ മഞ്ഞ് കൊണ്ടിട്ട് രാവിലെ പണിക്ക് പോവല് നമ്മൾ ഈ പരിപാടി കൊണ്ട് നിന്നാൽ അത് വലിയ തെറ്റ് തന്നെയാണ്. കാരണം അവനാന്റെ പെണ്ണുങ്ങളും കുട്ടികളെ നോക്കലാണ് ആദ്യത്തെ അമല്. അതൊരു ഇബാദത്താണ്. സ്വന്തം ഭാര്യയെയും മക്കളെയും നോക്കുക എന്നുള്ളത്, അത് നല്ല ഉഷാറിൽ അവരെ നോക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ മുഖത്ത് നോക്കി നിന്നാൻ പറ്റൂല. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, കുട്ടികൾക്ക് ചികിത്സ നടത്തണം, കുട്ടികളെ ടൂറ് പറഞ്ഞേക്കണം. അതൊക്കെ ഇതിൽ പെട്ടത് തന്നെയാണ്. എല്ലാ കുട്ടികളും ടൂറ് പോകുമ്പോൾ നമ്മളെ കുട്ടികൾ മാത്രം അങ്ങനെ നിൽക്കുമ്പോൾ ഒക്കെ ഒരു വിഷമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ചെറിയ കുട്ടിയായ കാലത്ത് ചിലപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പോയിട്ടുണ്ടാവില്ല, നമ്മളൊപ്പുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയൊന്നുമല്ല. ഇന്ന് നമ്മൾ അങ്ങനെ കുട്ടി ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് തന്നെ നമ്മളോട് വലിയൊരു വിഷമമാണ്. ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ലോ ഒന്നും നോക്കൂല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അതാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഇതേ ദിവസം തന്നെ ഞായറാഴ്ച ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് അസർക്ക് തുടങ്ങി ഇൻഷാ അല്ലാഹ് മഗ്രിബ് ആകുമ്പോഴേക്കും നമ്മളെ സദസ്സ് അവസാനിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തബറുക്കിന്റെ ഭക്ഷണം തന്നാൽ മഗ്രിബ് നിസ്കരിക്കാൻ വേഗം തിന്നാം. ഇത് 12 മണിക്ക് തിന്നാൻ കഴിയുള്ളൂ. ഇപ്പോൾ കിട്ടിയേ ഇത് മഗ്രിബ് ഉച്ചക്ക് വന്നിങ്ങനെ സാധനം. പിന്നെ നെയ്യൊക്കെ പാടെ അങ്ങോട്ട് ഉണങ്ങി കടിച്ച് ഇങ്ങോട്ട് ഉണങ്ങി, അതൊന്നും ഹാജാതങ്ങൾ മസൂലല്ല. അതിനൊന്നും എന്തല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു വർഷം നമുക്ക് അങ്ങനെ നടത്തി നോക്കുക. എന്നിട്ട് പരാജയമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ആക്കാം. ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ഒന്നും ഇല്ലല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു കാര്യം അതാണ്, സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലി തട്ടുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള, അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ പ്രിയപ്പെട്ട സഖാഫിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് നല്ല ദർസ് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഈ ദർസിന്റെ വലിയ ഒരു അൽഹംദുലില്ലാഹ് ഒരു വലിയ ഒരു സന്ദേശം ഈ പരിസരങ്ങളിൽ ഇതിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദർസ് ഇല്ലാന്ന് കൂട്ടിക്കോ, എന്തായിരിക്കും അടുത്ത അവസ്ഥ ഉണ്ടാവുക? ഇവിടെ ദർസ് ഇല്ലാന്ന് കൂട്ടിക്കോ, ഈ പള്ളി ചത്ത് കിടക്കും, ഒരു ഹയാത്തുണ്ടാവില്ല. അപ്പൊ ഒരു പള്ളിയുടെ ഒരു ജീവനാണ് ദർസ്. ഇത് എവിടുന്ന് തുടങ്ങിയതാണ്? മദീനയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങി വെച്ച ഒന്നാണ്. അവിടെ അഹ്ലു സുഫ എന്ന് പറഞ്ഞാൽ മദീനയിൽ പോയ ആളുകൾക്ക് അറിയാം, മുത്തുനബിയുടെ ഖബറിന്റെയും മിംബറയുടെയും ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഇടത് ഭാഗമാണ് ഖബറിലേക്ക് ഉണ്ടാവുക, വലതു ഭാഗം മിംബറയിലേക്ക്. നേരെ ബേക്കോട്ട് പോയാൽ ഈ സ്റ്റേജിന്റെ വലുപ്പത്തിലുള്ള ഒരു ഉയർന്ന ഒരു സ്ഥലം കാണാൻ കഴിയും, കുറച്ച് സ്ഥലം. ആ ബേക്ക് ഭാഗത്ത് അവിടെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദർസ് ആരംഭിച്ചു. ആ ദർസ് ആരാണ് അവിടുത്തെ പ്രിൻസിപ്പിള്? ഇവിടെ സഖാഫിയാണെങ്കിൽ അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അവിടുത്തെ മുതഅല്ലിമീങ്ങൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, ഇവരാണ് അവിടെ ദർസ് പഠിച്ചിരുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത ആളുകളുണ്ട് അന്നത്തെ കാലത്ത്. ആ ദർസിന് സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളുണ്ട്. ഇന്നെങ്ങാനും ഈ ദർസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുവാണെങ്കിൽ എത്ര ആള് ഭക്ഷണം കൊടുക്കാണ്ടാവും? എല്ലാവർക്കും വേണ്ടി ആ മൂലത്തേക്ക് ഞാൻ കൊടുത്തോളാം. അങ്ങനെ അവിടുന്ന് തുടങ്ങി വെച്ച ഈ ദർസ് അൽഹംദുലില്ലാഹ് ഇതിങ്ങനെ പരമ്പരാഗതമായി നമ്മുടെ നാടുകളിലെത്തി പള്ളികൾ സ്ഥാപനങ്ങളായി മാറി. ഇന്ന് അൽഹംദുലില്ലാഹ് പള്ളിയിൽ തന്നെ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഭൗതികവും മതവും കൂടി പഠിക്കുന്ന സിസ്റ്റത്തിലായി. കാരണം ഈ കാലഘട്ടത്തിലുള്ള ദഅവത്ത് ദാഴികളായി വളരേണ്ട ആളുകളാണ്. ഇപ്പോൾ ഈ കർണാടകയിൽ തന്നെ നോർത്ത് കർണാടകയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ പള്ളിയില്ല, മദ്രസയില്ല, ഒന്നുമില്ല. അവിടെ മുസ്ലിം ഉണ്ട്, പക്ഷേ മുസ്ലിം ആരാണ് അമുസ്ലിം ആരാണെന്ന് അറിയുകയില്ല. അവിടെ ഒരു അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ഒരു മരമുണ്ട് അവർക്ക്. ആ മരത്തിന്റെ ചുറ്റുഭാഗത്തും ഒരു കെട്ട് കെട്ടിയിട്ട് അതിനിങ്ങനെ തവാഫ് ചെയ്യും. അത് അവരുടെ ആരാധനയാണ്. ഇതേ ആരാധന കണ്ട് നമ്മുടെ മുസ്ലിമീങ്ങളാകുന്ന ആളുകളും ആരാധിക്കാൻ തുടങ്ങി. ഇതുപോലെ വേറൊരു മരം കണ്ടെടുത്ത് ആ മരത്തിന് അവരിങ്ങനെ കെട്ടുകെട്ടിയിട്ട് അവരും ഇങ്ങനെ തവാഫ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ
അങ്ങനെ തവാഫ് ചെയ്ത് സുബ്ഹാനല്ലാഹ് എങ്ങനെയാണ് ഇതിൽ മുസ്ലിമും അമുസ്ലിമും തിരിച്ചറിയുന്നത്? ഈ മരത്തിന്റെ മുകളിൽ ചോന്ത കൊടി കെട്ടിയിട്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് അമുസ്ലിമീങ്ങളുടെ ആരാധനയും, പച്ച കൊടി കെട്ടിയിട്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് മുസ്ലിമീങ്ങളുടെ ആരാധനയാണ്. ഇത് നോർത്ത് കർണാടകയിൽ ഹാവേരി ഭാഗങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങളെ നാടാണ്, എന്റെ നാടല്ല. നിങ്ങളെ നാടിന്റെ ഓരോ ഭാഗമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കർണാടകത്തിന്റെ ഉബ്ബളി ഭാഗങ്ങളിലൊക്കെ പോയാൽ വളരെ പ്രയാസകരമായ സ്ഥലം, ആരെയും കുറ്റം പറയാനില്ല. പക്ഷേ ദഅവത്തെത്തിയിട്ടില്ല. ഇവിടേക്ക് വരാൻ എത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തണം. എനിക്ക് പിന്നീടാണ് ഈ സ്ഥലം മനസ്സിലായത്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ ഈ ആ ക്യാൻറ്റീൻ എന്തോ വാങ്ങിയത് ഞാൻ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ ആ ക്യാൻറ്റീൻ നോക്കി. അന്ന് ഷീറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇന്ന് ഏതായാലും ആ ഇരുമ്പൊക്കെ അന്ന് വിരിച്ച വിരിമ്പോടൊക്കെ ഒരു കോലത്തിലുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദഅവത്ത് അൽഹംദുലില്ലാഹ് അവിടെ ചെയ്യണം. ആളുകൾ അവിടെ ചെന്ന്, മുതഅല്ലിമീങ്ങൾ അവിടെ ചെന്ന് ദഅവത്ത് ചെയ്യണം. അതിനാവശ്യമാകുന്ന ഭാഷകൾ കുട്ടികൾക്ക് വേണം. ഉറുദു വേണം, ഇംഗ്ലീഷ് വേണം, എല്ലാ ഭാഷകളും കഴിവുള്ളവരായി തീരണം. ആ രൂപങ്ങളിലുള്ള മക്കളെയാണ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് വൃത്തിയുള്ള ഒരു പള്ളി വേണം, വൃത്തിയുള്ള ഒരു കെട്ടിടവും വേണം. ഇപ്പൊ നമുക്കൊരു നല്ലൊരു കെട്ടിടവും ഇല്ല, ഒന്നുമില്ല. ഈ സാധു സഖാഫിയും കൂടെയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ 10-20 മുതഅല്ലിമീങ്ങൾ അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ നടത്തിയ ഒരു ദഅവത്ത്, ആ ദഅവത്തിന്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് ഇവിടെ ഇത് ഹാജാ തങ്ങളുടെ ഉറൂസ് നടക്കുന്നു. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് വൃത്തിയുള്ള ഒരു കെട്ടിടം ഇൻഷാ അല്ലാഹ് നമുക്കതിന് വേറെ വേണം. പള്ളിയായി നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതിന്റെ ലോഞ്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളായാൽ മതി. ലോഞ്ചിങ് കഴിഞ്ഞല്ലോ, അവണെയും പേടിയില്ല, ബാക്കി കാര്യം നടന്നോളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു നല്ലൊരു കെട്ടിടം, നല്ല വൃത്തിയുള്ള ഒരു കെട്ടിടം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ പേര് ഇൻഷാ അല്ലാഹ് അതിന്റെ എവിടെങ്കിലും ഒന്ന് കൊടുക്കണം. ഗരീബ് നവാസ്, പാവങ്ങളുടെ അത്താണി. ഇൻഷാ അല്ലാഹ് ഗരീബ് നവാസ് ഹസനിയ അക്കാദമി എന്നോ എന്തെങ്കിലുമൊക്കെ അൽഹംദുലില്ലാഹ് നിങ്ങൾ ആലോചിച്ച് ഇൻഷാ അല്ലാഹ് ഒരു നല്ലൊരു നാമം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ ഒരു ഹിഫ്ളുള്ള ഒരു കെട്ടിടം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ വന്നു. ഒരു സഹോദരനോട് അൽഹംദുലില്ലാഹ് ചോദിച്ചപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാഹ് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇൻഷാ അല്ലാഹ് ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഉമ്മയുണ്ട്, മുഹമ്മദ് ഷരീഫ് എന്ന് പറയുന്ന കൂട്ടുകാരൻ, അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇൻഷാ അല്ലാഹ് അദ്ദേഹം നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ, അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ, ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ദാരിദ്ര്യമുണ്ടാകുന്ന 18 കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരണപ്പെട്ടു പോയ വാപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാത്ത വാപ്പയും ഉപ്പയുമാണെങ്കിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്യുകയും ചെയ്യിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അവന് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ നമ്മൾ മാറ്റി വിളിക്കാൻ പാടില്ല. ഉപ്പ ഉമ്മ വിളിച്ചാൽ മതി. ഫാദർ എന്നോ മദർ എന്നോ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം. ഇന്ന് വരെ മുത്തുനബിന്റെ ഉമ്മയെ മദർ എന്ന് വിളിച്ചിട്ടില്ല, ഫാദർ എന്നും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വെച്ചോ. മൊബൈലിൽ മൈ ഫാദർ മൈ മദർ എന്നുണ്ടെങ്കിൽ അവിടൊക്കെ മാറ്റിയിട്ട് ഉപ്പ ഉമ്മ തന്നെ ആക്കിയാൽ മതി. അത് ഐശ്വര്യത്തിന് കാരണമാണ്. 2 മൂന്നാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ. വാപ്പയും ഉമ്മയും ചിലപ്പോൾ അടക്ക പറിക്കുന്നവനാവാം,
കൃഷി ചെയ്യുന്നവനാവാം, മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകളാവാം, മകൻ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ആരുമാവട്ടെ, വാപ്പയും ഉമ്മയും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വാപ്പയും ഉമ്മയും ആരിലും ഒരാളെ മുമ്പിലിരുത്തണം. നമ്മുടെ ഭാര്യയെല്ലാം മുമ്പിലിരുത്തേണ്ടത്. ഇങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകുന്ന 18 കാരണങ്ങൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സാഹചര്യം പോലെ പറയാം. അൽഹംദുലില്ലാ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുസ്തഫ ഷരീഫ് മുഹമ്മദ് ഷരീഫ് ഇൻഷാ അല്ലാഹ് അവന്റെ ഉപ്പയുടെയും അതുപോലെ ഉമ്മക്കും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അൽഹംദുലില്ലാ ആ മാന്യ കൂട്ടുകാരൻ ഉപ്പ അൽഹംദുലില്ലാ അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ആ ഗ്രൗണ്ട് ഫ്ലോർ വൃത്തിയായി ഇൻഷാ അല്ലാഹ് അദ്ദേഹം ചെയ്തു തരും. അല്ലാഹു തആല അതിനെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് 10 ലക്ഷം രൂപയുടെ മുകളിൽ അതിന് ഇൻഷാ അല്ലാഹ് ചെലവ് വരും. ചെറിയ കാശല്ല വരുന്നത്. അതിന്റെ മുകൾക്ക് നമ്മൾ എല്ലാവരും ഇവിടെ കൂടി ഉണ്ടാക്കണം. അപ്പോഴേ അത് റെഡിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പള്ളി അൽഹംദുലില്ലാ അതങ്ങനെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിന്റെ മുകളിലേക്ക് അൽഹംദുലില്ലാ ഒരു 2 പില്ലർ ഇൻഷാ അല്ലാഹ് തരാൻ കഴിയുന്ന ഒരാൾ 25,000 രൂപയാണ് 2 പില്ലറിന്. നമ്മുടെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഇൻഷാ അല്ലാഹ് ദർസിന്റെ കെട്ടിടത്തിന് വേണ്ടി അൽഹംദുലില്ലാ 2 പില്ലർ മരിച്ചുപോയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായി അത് ഏൽക്കുമ്പോ ഇൻഷാ അതിന്റെ മുകളിൽ ഒരു പില്ലർ ഞാൻ എന്റെ വാപ്പാക്കും ഉമ്മയുടെയും ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കട്ടെ എന്ന് കരുതി. ഒന്നിച്ചു കൊടുക്കണ്ട, 2 തവണയോ 3 തവണയായി ഒക്കെ നിങ്ങൾക്ക് കൊടുത്തു തീർക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് നമ്മൾ ഈ സദസ്സിൽ നിന്ന് ഒരാള് 2 പില്ലർ ഏൽക്കാൻ പറ്റുന്ന ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരെങ്കിലും അൽഹംദുലില്ലാ 2 പില്ലർ അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. നിങ്ങൾ ഒപ്പിയൊക്കെ ഉണ്ടോ? രണ്ടാളുമില്ല. ഒരാൾ അവിടെ നിൽക്ക്. അതെ, വളണ്ടിയേഴ്സ് ഉണ്ടാ? രണ്ടാളുമില്ല. ഉണ്ട്, ഉമ്മ ഉണ്ട് അല്ലേ? ആ ചോദിക്കുമോനെ രൂപയും കൊണ്ട് മൈക്കക്കാരൻ്റെ അടുത്ത് കോഡ്ലൻസ് വഹിക്കൊന്നുമില്ലല്ലേ? അതൊന്നും കൊടുക്കുക, അവിടുന്ന് പറഞ്ഞാൽ മതി. അതൊന്നുമില്ല, സ്റ്റാൻഡിനല്ല എൻ്റെ അടുത്ത്. എന്താ എനിക്കിന്ന് പകുതി വാടകയാണ്. ആ അത് കോഡ്ലൻസാ. മൈക്ക് കൊണ്ട് കാര്യമില്ല, സ്റ്റാൻഡ് വലുത് വേണം. ഞാൻ നിന്നത് എൻ്റെ മൈക്കല്ലാത്തതുകൊണ്ടാണ്. വയറില്ലാത്ത മൈക്കാൻ ചോദിച്ചാടാ, അതില്ലോ? ആ ഇല്ല, അതെന്നാ അവിടെ ചുറ്റടച്ചുള്ളത്. അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിലും മക്കളിലും കുടുംബത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാ. ദർസിന്റെ ഖാദിമായി നൽകിയാണ്. അല്ലാഹുവേ നീ അവരുടെ മനസ്സിൽ ലക്ഷ്യമുണ്ട്, നീ ഫത്വ നൽകണം അല്ലാഹ്. രണ്ടാമത്തെ ഒരാൾ 2 പില്ലർ. എന്ത് രാജ്യം? അംഹബ്ബ. അല്ലാഹ് മാത്രേന്റെ അസീനാണല്ലോ. അതെ അതെ അതെ. വാപ്പിയമ്മയുണ്ട്? ഉപ്പയും ഉമ്മയും ഇല്ല. മോന് മരണപ്പെട്ടിട്ടുണ്ട്, മകന്റെ മകൻ മരിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 2 പില്ലർ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അതിന്റെ മിസ്ലു സവാബ് അവിടുത്തെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലൊക്കെ നീ വലിയ ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാ. മൂന്നാമത്തെ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 2 പില്ലർ തരാൻ പറ്റുന്ന ആൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? 25,000 രൂപ 2 പില്ലർ ആക്കണം. അൽഹംദുലില്ലാ. ഉപ്പയുണ്ടോ? അങ്ങോട്ട് ചെല്ലുമ്പോൾ ആകെ ഒരു പെന്നും കടലാസും ഉണ്ടാവും. ചോദിക്കേ, ഇങ്ങോട്ട് വാ. നിങ്ങളല്ല, നിങ്ങൾ അവിടെ നിന്നോളി. ഉപ്പിയമ്മയും ഉണ്ടാന്നാ ചോദിക്കാൻ? അത് ചോദിച്ചു വരും. ഇല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഭക്ഷണം കഴിക്കാൻ അല്ലേ? ഉപ്പയും ഉമ്മയും ഇല്ല അല്ലേ? അല്ലാഹ് അവരുടെ മേൽ പ്രത്യേകം ദുആ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് പാപ്പയുടെ മംഗലെന്ന മെയില് അത് അല്ലാഹു റാഹത്തോടെ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. മരിച്ചുപോയ ഉപ്പക്ക് ഉമ്മാക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. മൂന്നാമത്തെ ഒരാൾ. നാലാമത്തെ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? 2 പില്ലർ തരാൻ പറ്റുന്നവർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറേ കാശ് അല്ലാഹു തന്നിട്ടുണ്ട്, അതൊക്കെ പോകുന്നുണ്ട്. നമ്മളെ കയ്യിലുള്ള ഒരു മൊബൈൽ ഉണ്ട്. ആ മൊബൈലിന് 25,000 രൂപ വരെയുള്ളൂ. ഒരു വർഷത്തിൽ എത്ര മൊബൈൽ മാറ്റുന്നുണ്ട്? ഇന്ന് പോകുമ്പോ നിങ്ങളെ ബൈക്ക്
വിളിക്കുമെന്ന് മൊബൈൽ ചാടിയാ പിറ്റേന്ന് രാവിലെ പിന്നെ നിങ്ങൾ വേഗം വാങ്ങും 30,000 മൊബൈൽ. അപ്പോൾ ഇവിടുന്ന് പൈസ ഉണ്ടാകണ അതിന് ഭയങ്കര തൗഫീഖാണ് എല്ലാവർക്കും അല്ലേ? അപ്പൊ എല്ലാവരും തന്നോളൂ 2 പില്ലർ, ഇല്ലെങ്കിൽ ഇന്ന് പോകുമ്പോൾ മൊബൈൽ ചാടും. അപ്പൊ എന്റെ കറാമത്ത് നിങ്ങൾക്ക് തീരും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് 4ാമത്തെ ഒരാൾ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 2 പില്ലർ പറയാൻ പറ്റുന്ന ഒരാൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാളും കൂടി ഒരാളും കൂടി 2 പില്ലർ നമ്മളെ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടി അൽഹംദുലില്ലാഹ് ഏറ്റെടുക്കുന്നവർ അല്ലാഹുവേ നീ ഖൈർ നൽകണം റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹ്. 4ാമത്തെ ഒരാൾ ആരുല്ലേ? ഞാൻ പറയണം. 4ാമത്തെ ഒരാൾ ഇൻഷാ അല്ലാഹ് 2 ആൾ കൂടിക്കോട്ടെ. അൽഹംദുലില്ലാഹ് 12,500 ഒരാളും 12,500 ഒരാളും. ബിസ്മില്ലാഹ്. ആരാ? ഒരു പില്ലർ തരാൻ പറ്റുന്നവർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പില്ലർ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉപ്പിമ്മയൊക്കെ ഉണ്ടാ ഇവിടെ ഒരു പില്ലർ. സുലൈമാക്ക, അതുപോലെ പിന്നെ വേക്കിലാണ് ഷെരീഫ്. അല്ലാഹു തആല 2 പേർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. ഉപ്പിമ്മയൊക്കെ ഉണ്ടോ? സുലൈമാൻ കണ്ടേ അല്ലേ? 8 വർഷം മുമ്പ് എടുത്തു വെച്ച പൈസ ഇന്ന് അൽഹംദുലില്ലാഹ് മുത്തനൂർ തങ്ങൾ വന്നപ്പോൾ ധരിപ്പിക്കാൻ കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അന്ന് എടുത്തു വെച്ച പൈസ, അന്ന് ഉമ്മ മരിച്ച ഉമ്മന്റെ പൈസയാണിത്. അല്ലാഹു തആല പടച്ചവനെ ഇതിന്റെ മിസ്ലു സവാബ് ഉമ്മന്റെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്. ആ മക്കൾ എത്ര സന്തോഷത്തോടു കൂടെ പാത്ത് വെച്ച് ഇന്ന് റബ്ബ് തആല അതിന് ഉള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് ഇത് കൊടുത്തില്ലെങ്കിൽ 8 കൊല്ലമായിട്ട് എവിടേക്കൊക്കെ കൊടുത്തുകൂടായിരുന്നു. പക്ഷെ അള്ളാഹു ഇന്ന് കാണിച്ചു കൊടുത്ത് നീ ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ 4 ആളുകളായി ഇൻഷാ അല്ലാഹ് 8 പില്ലറായി. 9ാമത്തെ പില്ലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 12,500 പറയാൻ പറ്റുന്ന ആൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 9ാമത്തെ ഒരാൾ 12,500. ബിസ്മില്ലാഹ്. വേഗം പറയും. ആരുമില്ല? ഉണ്ട്. അങ്ങനെ മെല്ലെ തരുള്ളൂ, കാരണം അമ്പയർക്ക് തുടങ്ങുന്ന ടീമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. ബിസ്മില്ലാഹ്. അടുത്ത വർഷം എങ്ങനെയാണ് എഴുതി ആരും വരണ്ട, ഇവിടെ ആരും ഉണ്ടാവില്ല. അസർക്ക് തുടങ്ങും, മഗ്‌രിബ് ആകുമ്പോൾ എല്ലാ പരിപാടിയും തീരും. അൽഹംദുലില്ലാഹ്. ഇഖ്ബാൽ ലൈവാന്റെ വകയാണ്. ഇഖ്ബാൽ ലിംറ. അൽഹംദുലില്ലാഹ്. 2 പില്ലർ. അപ്പൊ 10 പില്ലർ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീ ഖൈർ നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ നീ തുറക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്. അങ്ങനെ 10 പില്ലറായി ഇൻഷാ അല്ലാഹ്. ഇനി ആ 10 പില്ലറിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ തുടങ്ങുന്നത്. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഇതിന് 10 രൂപ പറയാം, 10,000 രൂപ പറയാൻ പറ്റുന്ന ഇൻഷാ അല്ലാഹ് ഒരു 12 ആള് നമ്മൾ കൈപ്പൊക്കണം. ഇതിന്റെ മേലേക്കുള്ള കമ്പി വാങ്ങാൻ. ഇപ്പൊ നമ്മളെ പില്ലർമ എല്ലാ കമ്പി, അതിന്റെ സിമെന്റും എംസാനും പണിക്കൂലൊക്കെ ആ 25 രൂപ എല്ലാം ആയിട്ടുണ്ട് 2 പില്ലറിന്. ബിസ്മില്ലാഹ്. അതുകൊണ്ട് 10 രൂപ ഇൻഷാ അല്ലാഹ്. മെയിൻ സ്ലാബ് ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് ഫ്ലോർ ഒരു ഫ്ലോറായി, 2ാമത്തെ ഫ്ലോറിന്റെ പില്ലറായി. അൽഹംദുലില്ലാഹ്. ആരായി ഇൻഷാ അല്ലാഹ് ഒരു 10 രൂപ തരാൻ പറ്റുന്ന ആൾ ഒന്ന് കൈപ്പൊക്കെ. എല്ലാവരും ഒന്ന് കൂടിയാ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു 3 വട്ടം 3,313 രൂപ കൊടുത്താൽ 10 രൂപയാവും. ബിസ്മില്ലാഹ്. ആരാ? അൽഹംദുലില്ലാഹ്. ഒരാൾ 10,000. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഉപ്പിയുമ്മയൊക്കെ ഉണ്ടോ? അഷ്റഫ്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഹയദൽന ഉമ്മയുണ്ട്. ഉപ്പാക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. പ്രത്യേക ഒരു കാര്യം എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, വിഷയം നിനക്കറിയാം. ഈ മുബാറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഫത്ഹ് നൽകണം റഹ്മാനെ. നീ വിജയം നൽകണം റഹ്മാനെ. എല്ലാവിധ ശർറുകളിൽ നിന്നും നീ കാക്കണം അല്ലാഹ്. ഇനി 10,000 രൂപ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 10 രൂപ എല്ലാവരും ഇൻഷാ അല്ലാഹ് തന്നാൽ വലിയ സന്തോഷമാണ് ഇൻഷാ അല്ലാഹ്. 10,000 രൂപ അൽഹംദുലില്ലാഹ്. 2ാമത്തെ ഒരാൾ ആരെങ്കിലും ഉണ്ടോ? പറയാൻ ആരുമില്ല. 10,000 രൂപ അൽഹംദുലില്ലാഹ്. 5,000 പറഞ്ഞാണ് വിഷമിക്കണ്ട ഇൻഷാ അല്ലാഹ്. 2 ആൾ കൂടെ 30 ആവുമല്ലോ. ബിസ്മില്ലാഹ്. ആരാ 5,000 തരാൻ പറ്റുന്ന ആള്? 5,000 രൂപ. അല്ലാഹു ബർക്കത്ത്. കഴിഞ്ഞ കൂടി തന്നിട്ടുണ്ട് ആള്. പാപ്പിയൊക്കെ മരിച്ചിട്ടുണ്ട് അല്ലേ? കാക്കമാര്, അതുപോലെ
ഇച്ച അങ്ങനെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ മേലും ദുആ ചെയ്യാൻ മക്കളൊക്കെ നല്ല ഉഷാറുള്ള മക്കളായി സ്വാലിഹീങ്ങളാവാൻ പ്രത്യേകം ആ സാധുവിനോട് കയ്യുന്ന ഒരു 5000 അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതെ അറിയാം, അള്ളാഹു കഴിഞ്ഞ വർഷവും തന്നിട്ടുണ്ട്, എനിക്കറിയാം. അൽഹംദുലില്ലാ. വേറെ മുത്തഅല്ലിമിന്റെ വാപ്പ 10000 രൂപ. അഷ്റഫ് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇനി കബൂലാക്ക് റഹ്മാൻ 25000. അള്ളാഹു ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, ഖൈർ നൽകണം റഹ്മാൻ ഇൻഷാ അല്ലാഹ്. ഇനി 5000 നിയാസ് അസ്ഹരി എത്ര 5000 രൂപ. അപ്പൊ 30000. ഉമ്മയുപ്പിയും മരണപ്പെട്ട അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു അവർക്കും നമുക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി 30000. ഇനി 5000 തരാൻ പറ്റുന്നില്ല. എല്ലാവരും 5000 കൊണ്ടാ. 5000 തന്നിട്ട് നിങ്ങൾ ആരും തരൂല ഇൻഷാ അല്ലാഹ്. 5000 രൂപ സഹാബിയ മുസ്ലിയാര് അള്ളാഹ് ഇവിടെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ ഖാദിമ 5000 രൂപ. എന്നാൽ മുത്തനൂർ തങ്ങൾ വരുമ്പോ ചെറിയ പൈസ തരാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റാഹത്തുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. 35000 ഇൻഷാ അല്ലാഹ്. ഉപ്പയുമൊക്കെ ഉണ്ടാ ഇപ്പൊ മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. 35000. ഇനി 5000. ബിസ്മില്ലാഹ്. അതാ ഇസ്മായിൽ ഹാജി ഭാര്യ മരിച്ചിട്ടുണ്ട്. ഉപ്പിയമ്മയൊക്കെ മരിച്ചു. 1 ലക്ഷം. മറിയമ 1 ലക്ഷം രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ഇനി കബൂലാക്ക് റഹ്മാനെ. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല. അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്ന് വന്നപ്പോൾ ഒരു ചിത്രം വരച്ചതാണ് ഇവിടെ. ഞാൻ വളരെ ക്ഷീണത്തിലാണ്. അങ്ങനെ ആസിനിന്റെ AC കണ്ടപ്പോ അവിടെ കുറച്ചു നേരം കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ നേരം ഞാൻ ഉറങ്ങേണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം. 1 അരമണിക്കൂർ കിട്ടിയപ്പോ അരമണിക്കൂർ ക്യാപ്പിൽ ക്ഷീണം മാറ്റിയാണ്. അള്ളാഹു ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി അവിടെയും. അള്ളാഹു തആല അവിടുത്തെ ഉപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കൊക്കെ അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇത്ര മഹബത്തോടുകൂടെ പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ആളുകൾ ഞങ്ങളെ മഹബത്ത് വെച്ച്. ഞാൻ ഇന്നലെ കൊടകയിൽ സിദ്ധാപുരം പരിപാടി കഴിഞ്ഞ് അങ്ങനെ രാത്രി പോന്നു. രാത്രി 2 മണിയാകുമ്പോൾ സുള്ളിയ ലത്തീഫ് ഷയുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അവിടുന്ന് നിയാസിന്റെ മലേഷ്യയിലുള്ള കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ മംഗലത്തിൽ പങ്കെടുത്തു. വേറൊരു നിക്കാഹ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പാമ്പിച്ചാലിൽ സമൂഹ വിവാഹം അജ്മീർ ഉറുസും അവിടെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാണിമൂല ഒന്ന് അവിടെ തങ്ങളെ വീട്ടിൽ കയറി. പിന്നെ വേറെ ഹമീദാജിന്റെ വീട്ടിൽ കയറി. പിന്നെ ഇബ്രാഹിമിന്റെ വീട്ടിൽ കയറി. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോരാണ്. അങ്ങനെ ഇവിടെ എത്തി. ഇനി ട്രെയിനിൽ കയറണം. അപ്പൊ അതുകൊണ്ട് മൈക്ക് ഉഷാറാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് മനസ്സിലായില്ലേ, എന്റെ സൗണ്ട് അടിച്ചാൽ നാളെ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാവുക ചെങ്ങായിന്റെ മൈക്ക് അടുപ്പ് കറി ഇപ്പൊ ഉഷാറായി. അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും സൗണ്ട് ക്ലിയർ ആകുമ്പോൾ 3 ആളുണ്ടല്ലോ. ഒരാൾ തിരിച്ചാ ഒരാൾ ഇവിടെ വന്ന് നോക്കുക. ഇന്നെ കൂടെ തിരിപ്പിച്ചാൽ നിൽക്കരുത്. പോരുന്ന പ്രാസംഗികനല്ല തിരിക്കല്. നിങ്ങൾ അവിടുന്ന് തിരിക്കുക, ഒരാൾ ഇവിടെ നിൽക്കുക. അപ്പൊ റെഡി. ഒരിങ്ങനെ പറയും ഹലോ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. ഇന്ന് നിങ്ങൾ വരുന്ന മൂലര് പറയുന്നതനുസരിച്ച് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അങ്ങനെയല്ല വേണ്ട. അപ്പൊ അതൊന്നും മിണ്ടൂല. ചിലപ്പോ റെഡിയായി. ഞാൻ പറഞ്ഞപ്പോ അപ്പൊ 1 ലക്ഷം 1,40,000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അഷ്റഫ് നെല്ലിയാടി ഇത്രേ 5000. 1,40,45,000. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് 1 ലക്ഷം നൽകിയ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബിനെ എത്തിക്കണം റഹ്മാനെ. ഇവിടെ നിന്നൊരു കുട്ടി ദീൻ പഠിച്ച് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോൾ അതിന്റെ 1% അല്ലാഹുവിന്റെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ നീ കബൂലാക്ക് റഹ്മാനെ. 1,45. ഒരാൾ കൂടി 5000 പറഞ്ഞാൽ മുകൾക്കുള്ള കമ്പിയായി. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് മോന് കല്യാണം കഴിച്ചിട്ടില്ല അല്ലല്ലോ. ഇൻഷാ അല്ലാഹ് ആവോ നല്ല റാഹത്തുള്ള ഒരു ഭാര്യ അല്ലാഹു കൊടുക്കട്ടെ. അപ്പിമ്മയൊക്കെ ഉണ്ടോ?
ഇല്ല, രണ്ടാളും മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല മോനാൻ. ആ വാപ്പക്കും ഉമ്മക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അൽഹംദുലില്ലാഹ് നൽകുന്നതാണ്. അല്ലാഹുവേ അവരുടെ ജോലിയിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. 1.5 ലക്ഷം റുപ്യ ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്പിയായി, മുകളിലേക്കുള്ള സ്ലാബിനുള്ള കമ്പിയായി. ഇനി ഒരു ലേസം എറ്റിലും എംസാനും സിമെന്റും കിട്ടിയ ഇൻഷാ അല്ലാഹ് സംഗതി പൂർത്തിയായി. 2 ഫ്ലോറാവും. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമ്മളെ വരുമ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇൻഷാ അല്ലാഹ് ഉറൂസുമായിരിക്കും ഇവിടെ നടക്കുക. അതിന്റെ ഇടയിൽ പള്ളിയുടെ പണി ഇൻഷാ അല്ലാഹ് പൂർത്തിയാകും. അല്ലാഹുവേ അതിനുള്ള നല്ല വഴികൾ വേറെ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാൻ. ബിസ്മില്ലാ. ഉമ്മർ മല്ലിക മജാൽ നാടിന്റെ പേരാണ്. അതെ, മല്ലിക മജാൽ. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ എനിക്ക് കിട്ടാതെ ഞാൻ പറയൂല. കാരണം എന്താ വെച്ചാൽ പിന്നെ വെറുതെ വയ്ക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയൂല, പേരും പറയൂല, ഞാൻ ആ തന്നെ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് 10,000 റുപ്യ ഇൻഷാ അല്ലാഹ് നമുക്ക് മെറ്റൽ വാങ്ങാൻ. ഇവിടെ ഒരു ലോഡ് മെറ്റലിന് എന്താ വരാ അറിയോ? 6 റുപ്യ. എത്ര മെറ്റലിന്? ജില്ലി വലിയ വണ്ടിയല്ലേ? എത്ര യൂണിറ്റ്? 3 യൂണിറ്റ്. അപ്പൊ 2 മതി. ഒരു 6 യൂണിറ്റ് മതി ഇൻഷാ അല്ലാഹ്. വലിയ വണ്ടി അല്ലേ? ടോറസ് ആണ് അല്ലേ? അതെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് 13,000 അതിക്ക് 10 റുപ്യ ഒരാൾ തന്നു. അല്ലാഹു ബർക്കത്തിൽ അൽഹംദുലില്ലാഹ്. ഇനി ആരാ ഇൻഷാ അല്ലാഹ് ഒരാൾ തരാൻ പറ്റുന്ന ഒരു 13,000 റുപ്യ ഒരു 3 യൂണിറ്റ് ഇൻഷാ അല്ലാഹ്. ഇല്യാസ് ഭായ് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങട്ട കറി വേറെ, തേങ്ങടാത്ത കറി വേറെ. തേങ്ങടാത്ത ഇരിക്കാം. നിങ്ങളെ നാട്ടിൽ വന്നാല് തേങ്ങ കൊണ്ട് ഭയങ്കര, അപ്പൊ തേങ്ങ ഭയങ്കര വിലയാ. കുറച്ച് ഇടയിൽ നിർത്തിക്കോളി, വിറ്റാ മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം അറിയും, കുറേ വാർത്ത അറിയുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുക. അൽഹംദുലില്ലാഹ് ഉമ്മക്ക് സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ ഉമ്മക്ക് നീ ശിഫ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് ഭാര്യയുടെ അനുജത്തിന്റെ കുട്ടിയല്ലേ നമ്മൾ കണ്ടത്? ഭാര്യയുടെ അനുജത്തിന്റെ കുട്ടി സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ കഷ്ടപ്പെട്ട് അവർ നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ ഖൈർ നൽകണം റഹ്മാനെ. മക്കളൊക്കെ പരീക്ഷയിൽ നല്ല വിജയം നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹ്. നമ്മളിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലേ? അല്ലേ? അൽഹംദുലില്ലാഹ് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വന്നാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു അവിടുത്തെ നല്ല കൈപുണ്യം നീ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് 20,000 റസാഖ് മുസ്ലിയാർ 5,000 തന്നു. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹ്. ഇനി ആരാ അൽഹംദുലില്ലാഹ് ഒരാളും കൂടി 10 റുപ്യ തന്നാ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മെറ്റൽ അങ്ങോട്ട് തരും. ജില്ലി കഴിയും ഇൻഷാ അല്ലാഹ്. ആരാ ഒരാൾ കൂടി പറയാൻ കമ്മി വരികയാണെങ്കിൽ അതിക്ക് എടുക്കാന്ന് 10 പറഞ്ഞു. ബിസ്മില്ലാഹ്. ഒരാൾ കൂടി 5,000 രണ്ടാൾ പറയും. ഒരു 5,000 പറയാൻ പറ്റുന്ന ആള് രണ്ടാളുണ്ട്. 5,000 ഞാൻ പറഞ്ഞു. ഞാൻ വന്ന് വേഗം പോകുക നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നേരം വൈകി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതിന് എന്തൊരു ഉഷാറുണ്ടാവുക പേര്. തങ്ങൾ വേഗം പോയി എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങൾ നേരം വൈകി വന്നു, തങ്ങൾ നേരത്തെ വന്നു, ഞങ്ങളെ കാത്തുന്നു, അങ്ങനെ പറയണേ. എപ്പോ പോകുന്ന പറഞ്ഞില്ല. അബ്ദുൽ ഹമീദ് 5,000 റുപ്യ. അല്ലാഹ് ഭാര്യയുടെ അനുജത്തിന്റെ അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം അല്ലാഹ്. നീ ആജിലായ കാമിലായ ശിഫ നീ നൽകണം അല്ലാഹ്. 25,000. ബിസ്മില്ലാഹ്. ഇനി ആരാ? ഹംസ ഉപ്പള 5,000. അപ്പൊ 30,000 റുപ്യ ഇൻഷാ അല്ലാഹ് മെറ്റലിനായി ഇൻഷാ അല്ലാഹ് 6-7 യൂണിറ്റ് ആയി. അത് മതിയോ? ഇൻഷാ അല്ലാഹ് ഇത് സ്ലാബിനുള്ളതാണ്. നേരത്തെ 12,500 ഓരോരുത്തർ വാങ്ങി. ഇന്ന് എന്റെ എല്ലാം അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ഖാലിദ് പൊക്കട ഇൻഷാ അല്ലാഹ് 3,333 ആയിക്കോട്ടെ. അത് ഇൻഷാ അല്ലാഹ് കേട്ടോ. അത് എംസാന്റിനാണ് ഇൻഷാ അല്ലാഹ്. ആരാ 3,333 പറയാൻ പറ്റും? അതാ ഓൻ കഴിഞ്ഞ കുറി തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. 3,333. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾ തന്നെയുള്ള അടുത്തെല്ലാം വരിക. അൽഹംദുലില്ലാഹ് അല്ലാഹു ഖൈർ നൽകട്ടെ. മൂന്നാമത്തെ ആളാരാ? 3,333 ഇസ്മായിൽ. അൽഹംദുലില്ലാഹ് 5,000 റുപ്യ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ആസിഫും ആരിഫും കൂടിയിട്ട് 3,313. വാപ്പയുടെ പേരിൽ ഹയാത്തിലില്ലേ? അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് 15,000. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? ഹംസ
50,000 അള്ളാഹുവിനെ കബൂലാക്കു റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മരിച്ചുപോയ ഉമ്മയുടെ മേൽ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹ്. മകളുടെ വിവാഹം ശരിയാക്കണം അല്ലാഹു റാഹത്തോടെ, ഒരു പ്രയാസമില്ലാതെ, കടവില്ലാതെ അദ്ദേഹം കരുതിയ പൊന്നൊക്കെ കൊടുത്ത് തങ്കല്യ ഉഷാറായി നടത്താനും നടത്തി അവരെ കുടുംബജീവിതത്തെ റാഹത്തിലാവുന്ന അല്ലാഹുവിന് തൗഫീഖ് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹ്. ഷഫീഖ് ഹാഷിമി ഖത്തറിൽ നിന്ന് അൽഹംദുലില്ലാഹ് 12,500 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. വീടൊക്കെ ആവണം അൽഹംദുലില്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല കച്ചവടത്തിലും ജോലിയിലും ഒക്കെ വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് മെറ്റലായി, എംസാൻഡായി, പില്ലറായി, ഒരു ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഒരാളായി അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 120 ചാക്ക് സിമന്റ് വേണം. ഹംസ ഹനീഫി 5,000 രൂപ അൽഹംദുലില്ലാഹ്. 10 പേക്ക് സിമന്റ് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരാ 10 പേക്ക് സിമന്റ് പറയാൻ പറ്റുന്ന ആൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10 പേക്ക് സിമന്റിന് ഒരു 3,800 രൂപ അങ്ങനെയൊക്കെ വരുള്ളൂ. ബിസ്മില്ലാഹ്. ആരാ ആരുല്ലേ? ഹസനാവും തന്നാ പോരാ. ഹസന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞോളാം സിമന്റ് എത്ര. ഇസ്മായിൽ ഹാജി എത്ര? അൽഹംദുലില്ലാഹ്. ഫ്ലോർ ചെയ്യാനാ മുകളില്, അടിയത്തൊക്കെ ഒരാളാ. മുകളിലേക്ക് അതിന്റെ ഫ്ലോർ ചെയ്യാൻ 50,000 രൂപ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യണം. അടിക്ക് അൽഹംദുലില്ലാഹ് മൊത്തം ഒരാളാണ്. അതിന്റെ ഫ്ലോറും അതിന്റെ ജനലും വാതിലും ഒക്കെ അൽഹംദുലില്ലാഹ് ഒരാൾ അത് ചെയ്യും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോഴേക്കും മുകളാക്കണം, വേഗം പണിയാക്കണം. പണി വേഗം തീർത്താൻ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിനെ നമുക്ക് ഉദ്ഘാടനം ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളുടെ ഒരു ഇൻഷാ അല്ലാഹ് അതിന്റെ കുറ്റിയടിക്കൽ അടുത്ത ദിവസം ഞാൻ ഇവിടെ എവിടെയെങ്കിലും വരുമ്പോ ഇൻഷാ അല്ലാഹ് അതിന്റെ കുറ്റി അസ്മാഉൽ ബദർ ചൊല്ലി അടിക്കാണ്ട് ഇൻഷാ അല്ലാഹ്. അനീഫ് പട്ടഞ്ചേരി കൊടകിൽ നിന്ന് 5,000 രൂപ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ കബൂലാക്കു റഹ്മാനെ, ബർക്കത്ത് നൽകണം റഹ്മാനെ. 20 പേക്ക് സിമന്റ് അൽഹംദുലില്ലാഹ്. യൂസുഫ് കൊറിയ ദുബായിൽ നിന്ന് 5,000 രൂപ അല്ലാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് 30 പേക്ക് സിമന്റ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ എന്ത് രോഗമാണെങ്കിലും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകുക അല്ലാഹ്. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന ദിക്ർ ഒരു 11 വട്ടം ചൊല്ലി കയ്യിൽ ഒരു തടകിക്കോ, അല്ലാഹു തആല ശിഫ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. 3 നാലാമത്തെ ഇർഫാൻ ഇവിടെ നേരത്തെ പഠിച്ചിരുന്ന മുത്തഅല്ലിം ഇൻഷാ അല്ലാഹ് 10 പേക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് 40 അൽഹംദുലില്ലാഹ്. നൗഷാദ് സഖാഫി 3,300 വേണ്ട 3,800 ഇൻഷാ അല്ലാഹ്. 10 പേക്ക് സിമന്റ് സഖാഫി പോരെ? അതൊന്നും കുഴപ്പമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മംഗല്യമുണ്ട് ഇല്ലല്ലോ, അന്ന് എന്നെ വിളിക്കാത്തെ. അല്ലാഹു റാഹത്തോടെ അവരുടെ കുടുംബജീവിതത്തിൽ നല്ല സന്തോഷം അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നല്ല സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകട്ടെ. ഖിദ്മാത്തിന് നീ തൗഫീഖ് നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാഹ്. 50 പേക്ക് ബിസ്മില്ലാഹ്. നമ്മൾ ഓപ്പറേറ്റർമാർക്ക് ധാരാളം ആഗ്രഹത്തിൽ ഇങ്ങനെ നോക്കണം. എന്താ നിങ്ങൾക്ക് 26 സിമന്റ് ഇവിടെ നിങ്ങളെ വക എല്ലാവരും ഇവിടെ കൂടി 10 പേക്ക് സിമന്റ് തരണം ഇൻഷാ അല്ലാഹ്. ഇനി ആരാ 10 പേക്ക് സിമന്റ് തരാൻ? അൽഹംദുലില്ലാഹ്. ആരണ്ട? ബിസ്മില്ലാഹ്. ആറാമത്തെ ഒരാൾ അല്ലാഹു. ഓന് ഇത്ര പേക്ക 50 പേക്ക് തന്ന വേഗം കഴിച്ചല്ലോ, ഞാൻ വേഗം പോകും. അൽഹംദുലില്ലാഹ്. നൗഫൽ ഉപ്പക്ക് സുഖല്ല, ഉമ്മണ്ടല്ല. അതാ മരിച്ചുപോയ അവന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരിലും ഉമ്മക്കും ഉപ്പക്കും പ്രത്യേകം ദുആ ചെയ്യാൻ. പ്രത്യേകം ഉപ്പ ചെറിയൊരു അസുഖമുണ്ട്, നല്ല ശമനത്തിന് വേണ്ടി 50 പേക്ക് സിമന്റ്. എന്റെ കറാമത്തിൽ നിങ്ങൾക്ക് തിരിയാത്തോണ്ടാ ഞാൻ എണീച്ച് വന്നപ്പോൾ പറഞ്ഞു 50 പേക്ക് സിമന്റ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ.
അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, ഖാജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖറുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ ഖുത്ബുൽ അഹ്ദൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. 313 മദ്രസ പദ്ധതികളിൽ 233 മദ്രസകൾ പണി പൂർത്തിയാവുന്നു. 115 മദ്രസകൾ AC വെച്ചിട്ടുണ്ട്. ആ മദ്രസകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. 100 പാക്ക് സിമന്റ് അൽഹംദുലില്ലാഹ്. ഇനി ആരാ ഒരാളും കൂടി 20 പാക്ക് സിമന്റ് പറയണം. ബിസ്മില്ലാ. റസാഖ് 10 പാക്ക് സിമന്റ്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളാണ്. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഖൈർ നൽകണം അല്ലാഹ്. മരണപ്പെട്ടു പോയ ഭാര്യയുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് നീ എത്തിക്കണം അല്ലാഹ്. സ്വർഗ്ഗത്തിൽ കാണാനും കൂടാനും നീ ഭാഗ്യം നൽകണം അല്ലാഹ്. 110. ഇനി ആരാ 10 പാക്ക് സിമന്റ്? ബിസ്മില്ലാഹ്. ഉണ്ടോ? ആകണം 10 പാക്ക്. അൽഹംദുലില്ലാഹ്. 120. പാപ്പിയമ്മ കണ്ട സഹോദരിമാരുണ്ടോ അവിടെ? 10 പേര് ഇൻഷാ അല്ലാഹ്. വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉപ്പിയമ്മയുണ്ടോ? ഇല്ല. അല്ലാഹു രണ്ടുപേർക്കും മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. 120 കമാൻ 10. നൗഷാദ് നാവുന്ദ കുന്താപുരം അവിടെ ഇവിടെ തന്നെ ഉടുപ്പി വാത്തി അല്ലാഹ് ആകട്ടെ. 12,500 അല്ലാഹ്. മക്കക്കിലെ ഗൾഫിലെ അല്ലാഹു നല്ല അവരുടെ ജോലിയിൽ അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ, നല്ല ഖൈർ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് 12,500 അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ സിമന്റ് മതി, മെറ്റലായി, എംസാൻഡായി, 130ഓളം ചാക്ക് 135 ചാക്ക് സിമന്റായി, പില്ലറായി. അങ്ങനെ 2 ഫ്ലോർ ഇൻഷാ അല്ലാഹ് പൂർത്തിയാകാണ്. അതിന് ഇൻഷാ അല്ലാഹ് ഇനിയും പിന്നെ നമുക്ക് കുറച്ച് കട്ട വേണം. മുകളിലൂടെ ഒളബ്രിസല്ലേ വെക്കല്? മുകളിൽ കല്ല ഒളബ്രിസോ അങ്ങനെ ആവില്ലല്ലോ ഇവിടെ. കല്ലിന് 30 ഉള്ളൂ. അത് നിങ്ങളെ ഏൽപ്പിക്കാൻ പോകണം. അതിനപ്പോ ചോദിച്ചത് ഒരു 1,500 കല്ല് വേണം. അതിക്ക് നല്ലൊരു തുടക്കം അസിന് തുടങ്ങണം. 1000 കല്ല് അങ്ങനെ ഏൽപ്പിക്കാൻ പോണേ. അടുത്ത ഉംറയിൽ ഞാൻ പറയണേ 1000 കല്ല് അസിന് ഉണ്ടാക്കൂലേ? 33,000 റുപ്യ. 500 ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. 500 കല്ല് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും കിട്ടും. അത് 1000 ആവും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹ് വാൾപ്പാറയിൽ നിന്ന് ഗൗരവറാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വാൾപ്പാറ എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയിൽ നിന്ന് 41 ചുരം വളവ് കയറി ഇല്ലേ? 41 ചുരം വളവല്ലേ? 41 ചുരം കയറി വാൾപ്പാറ. അവിടെ 6 മഹലിന്റെ ആദിയാണ് ഞാൻ. അവിടെ ഒരു മദ്രസ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസയുടെ പണി ഇൻഷാ അല്ലാഹ് നാളെ ആരംഭിക്കുകയാണ്. അത് വിളിച്ചു പറയാണ്. അതിന് ദ്വാരക്കാൻ വേണ്ടി അല്ലാഹു തആല അതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഗൗരവർ ഹമീദ് ഹാജി, അല്ലാഹു തആല അദ്ദേഹത്തിലും കുടുംബത്തിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് വലിയ മദ്രസയുടെ പണിയാണ് ഇൻഷാ അല്ലാഹ് അവിടെ തുടങ്ങുന്നത്. അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അതിനുവേണ്ടി 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും 50,000 ഒക്കെ ഇൻഷാ അല്ലാഹ് സാധുവായ ഞാൻ കഴിഞ്ഞ വർഷം പോയി അവിടെ ചോദിച്ചപ്പോൾ നൽകിയവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ്. ഓക്കേ. സലാം. അൽഹംദുലില്ലാഹ്. നാളെ പണി തുടങ്ങുന്ന ഒരു മദ്രസയാണ്. ആ ഒരു അദബിന് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി വിളിച്ച് നാളെ കല്ലിട്ട് തുടങ്ങും എന്ന് പറയുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ നിങ്ങളെ സദസ്സിൽ വാൾപ്പാറയിൽ നിന്ന് ആളുണ്ട്. എത്ര ദൂരത്തിൽ നിന്നാണ്? അൽഹംദുലില്ലാഹ്.
അപ്പൊ 500 കല്ല്, 500 കല്ല് ഒരാൾ കൂടി 500 കല്ല്, 500 കല്ലിന് 33,000 പകുതി എത്ര? നസീർ ഹനീഫി 18,000 രൂപ. ഒരാൾ കൂടി ഇൻഷാ അല്ലാഹ് ഒരു 500 കല്ല് ഈ സദസ്സിൽ ഒരു 18,000 രൂപ തരാൻ പറ്റും. രണ്ടാൾ 5,000 അല്ലേ? ഹനീഫി 5,000, വേറൊരാൾ 5,000. അള്ളാഹു നല്ല റാഹത്തുള്ള ജോലി അള്ളാഹു എളുപ്പാക്കട്ടെ. ഇൻഷാ അല്ലാഹ് 10,000. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് ഒരു 8 രൂപയും കൂടി പറഞ്ഞാൽ 500 അല്ലേ? ഒരാൾ കൂടി അൽഹംദുലില്ലാഹ്. ഒരാൾ നമ്മളെ സദസ്സിൽ 500 കല്ല് പറയാൻ പറ്റൂലുണ്ടോ? മരിച്ചുപോയ വാപ്പയുടെ ഉമ്മയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഒരു 18,000 രൂപ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടോ? ഒരു സ്ത്രീ 3 ചാക്ക് സിമന്റ്. അള്ളാഹു എല്ലാ രോഗത്തിനും അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു രണ്ടുപേരും രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഞാൻ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അങ്ങനെ ആയിക്കോളും ഇൻഷാ അല്ലാഹ്. ഏകദേശം 70-80% ഇപ്പോൾ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്ലോർ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു ഫ്ലോർ ഒരാൾ മൊത്തം തരുന്നതിന്റെ വിഷയം നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ട് ഇപ്പോൾ എന്തായാലും ഒരു ഫ്ലോർ ഫുള്ളായില്ല. പക്ഷെ അതിന് ആവശ്യമുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ إلا الله لا إله 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 إلا الله أستغفر الله العظيم 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 يا حي يا قيوم 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 لا إله إلا الله محمد رسول الله 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 الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله يا جبار يا الله يا جبار يا الله يا قهار يا الله الله
اللهم إنا نحن عبيدك الضعفاء فاغفر لنا ذنوبنا فاغفر لنا ذنوبنا برحمتك ولطفك وكرمك وجودك يا أكرم الأكرمين يا الله يا الله يا لطيف يا الله സാധുക്കളാണ് പാപികളാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ് ഈ കൊച്ചു ചെറിയ മജ്ലിസ് നീ കബൂലാക്കണം അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് അൽഹംദുലില്ലാഹ് 10-17 ലക്ഷം രൂപയോളം അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഇപ്പോൾ ഒരു ഫ്ലോർ അടക്കം ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ ഞങ്ങളുടെ ഹസനാത്തിന്റെ തുലാസിൽ നീ എഴുതപ്പെടണം അല്ലാഹ് വഅൻ ശബാബിഹി ഫീമാ അഫ്നാ നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പള്ളി ഉണ്ടാക്കാൻ മദ്രസകൾ ഉണ്ടാക്കാൻ മുതഅല്ലിമീങ്ങൾക്ക് കെട്ടിടം ഉണ്ടാക്കാൻ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തേക്കാൻ അല്ലാഹുവേ ഉസ്താദുമാരുടെ ശമ്പളങ്ങൾ പള്ളികളുടെ കറണ്ട് ബില്ലുകൾ ഉൾപ്പെടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ദാറുൽ ഖൈറുകൾ സാദാത്ത് ഭവനുകൾ ഉൾപ്പെടെ ഓരോ ദിവസവും ഞങ്ങളെ കൈകൾ ചലിച്ചിട്ടുണ്ട് അല്ലാഹുവേ അതിനെ കബൂലാക്കണം റഹ്മാനേ അതിനു വേണ്ടി പില്ലറുകൾ നൽകിയവരുണ്ട് കമ്പികളും മണലുകളും സിമന്റുകളും നൽകിയ ആളുകളുണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് വലിയ സംഖ്യകളും ചെറിയ സംഖ്യകളും നൽകിയവരുണ്ട് അവരുടെ പേരുകളും തറവാടുകളും അറിയുന്ന റബ്ബേ നീ കബൂലാക്കണം അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനേ അല്ലാഹുവേ ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ നോട്ടം നീ നൽകണം അല്ലാഹ് അവിടുത്തെ മകൻ ഫഖറുദ്ദീൻ തങ്ങളുടെ നോട്ടം നൽകണം അല്ലാഹ് അവിടുത്തെ പേരമകൻ ഉസാമുദ്ദീൻ തങ്ങളുടെ നോട്ടമുള്ള മജ്ലിസാക്കണം റഹ്മാനേ എത്രയോ ഖാജാ പാപ്പയുടെ ഉറൂസിൽ ഞാൻ ഈ മാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലാഹുവേ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് നീ തൗഫീഖ് നൽകണം റഹ്മാനേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ് ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ് പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ് മാറാത്ത രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ് ഞങ്ങളെ ശരീരത്തിൽ കത്തിവെക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകിയ അവയവങ്ങളെ മുറിച്ചു മാറ്റേണ്ട ഗതികേട് തരല്ല റഹ്മാനേ അല്ലാഹുവേ മറ്റൊരാളെ മുമ്പിൽ പറയാൻ വേദനിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ് അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനേ രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനേ രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ് ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നീ നൽകണം അല്ലാഹ് ഈ വർഷം അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിലേക്ക് അരി തന്നവർ മാംസങ്ങൾ നൽകിയവർ അത് പാകം ചെയ്തവർ പാക്ക് ചെയ്തവർ വിതരണം ചെയ്യുന്ന ആളുകൾ അതിന്റെ മറ്റു ഖാദിമീങ്ങൾ എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം റഹ്മാനേ എന്റെ യാത്രക്കിടയിൽ എനിക്ക് ഭക്ഷണം തരുന്നവരുണ്ട് ചായ തരുന്നവരുണ്ട് പലഹാരം തരുന്നവരുണ്ട് എനിക്ക് കുളിക്കാൻ സൗകര്യം ഒരുക്കി തരുന്ന ആളുകളുണ്ട് ഇന്നലെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാ അതിന്റെ ഇടയിൽ ഒരുപാട് വീടുകളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് അല്ലാഹുവേ എല്ലാവരിലും നീ ബറക്കത്ത് ചൊരിയണം അല്ലാഹ് വിവിധ ആവശ്യങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് കള്ളക്കേസുകൾ കുടുങ്ങിയവരുണ്ട് അല്ലാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാനേ ഏറ്റവും വലിയ കോടതി നിന്റെ കോടതിയാണ് അല്ലാഹുവേ നീ സലാമത്ത് നൽകണം അല്ലാഹ് നീ സലാമത്ത് നൽകണം അല്ലാഹ് നിശ്ചയിച്ച വിവാഹങ്ങൾ റാഹത്തോടെ നടത്താൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ് നീ തൗഫീഖ് നൽകണം റഹ്മാനേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭക്ഷണം നൽകിയ വീട്ടുകാരുണ്ട് അല്ലാഹുവേ വിശ്രമിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയ വീട്ടുകാരുണ്ട് എല്ലാവർക്കും നീ ഖൈർ ചൊരിഞ്ഞ് അവസാനത്തെ ശ്വാസം വരെ ദീനിന്റെ വേണ്ടി ഖിദ്മ ചെയ്യാൻ നീ തൗഫീഖ്
തൗഫീഖ് നൽകണം അല്ലാ. എന്റെ ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണം അല്ലാ. എന്റെ ഖാദിമീങ്ങൾക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞാൻ ഓടുന്നത് പോലെ അവരും ഓടുന്നുണ്ട്. പടച്ചവനെ വലിയ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അങ്ങനെ പയമ്പിച്ചാലിൽ നിന്ന് ഇതുവരെ എന്നെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഇബ്രാഹിം അല്ലാഹ് പടച്ചവനെ അവന് ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇവിടുന്ന് എന്നെ റെയിൽവേയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, അവർക്കും ഖൈർ നൽകണം റഹ്മാനെ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഖിദ്മകൾ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ആരോഗ്യം തരണം റഹ്മാനെ, നല്ല ഹിമ്മത്ത് തരണം റഹ്മാനെ, ബദരീങ്ങളെ കാവൽ തരണം അല്ലാഹ്. ഞങ്ങൾ ഇങ്ങനെ ഓടുന്നവരാണ്. ആ ഓട്ടത്തിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഖിദ്മകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം റഹ്മാനെ. എന്റെ മരിച്ചുപോയ ഉപ്പയുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് നീ എത്തിക്കണം റഹ്മാനെ. എന്റെ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. എന്റെ ദഅവത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന എന്റെ ഭാര്യയുണ്ട്. 1, 2, 3 ദിവസമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പ തന്നെ വീണ്ടും ഇറങ്ങുമ്പോ അതിലൊന്നും പരാതിപ്പെടാതെ വേണ്ടുന്ന ഖിദ്മകൾ ചെയ്യുന്ന ഭാര്യയുണ്ട്. ആ ഭാര്യക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. ഇവിടുത്തെ ഓപ്പറേറ്റർമാരുണ്ട്, മീഡിയ പ്രവർത്തകന്മാരുണ്ട്, ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഇനിയും ഞങ്ങൾക്ക് കാണാനും കൂടാനും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ പള്ളി അൽഹംദുലില്ലാഹ് ഒരു ചെറിയ രൂപത്തിൽ വിശാലമാക്കാനുള്ള വഴി ഞങ്ങൾക്ക് തുറന്നു തരണം അല്ലാഹ്. ഈ ദർസിന്റെ കെട്ടിടത്തിന് വേണ്ടി ഗ്രൗണ്ട് ഫ്ലോർ ഏറ്റെടുത്ത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ഞാൻ കാറിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചോദിച്ചപ്പോ അത് പൂർണ്ണമായും ഏറ്റെടുത്ത കൂട്ടുകാരനുണ്ട്. അല്ലാഹുവേ നീ ഖൈർ നൽകണം റഹ്മാനെ. ജാരിയായ സദഖയാക്കി കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളൊക്കെ ചെറിയ മുതഅല്ലിമായി ഓതി പഠിച്ച സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലെ ഞങ്ങൾക്ക് ഖിദ്മ ചെയ്ത ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ധാരാളം മദ്രസകളും പള്ളികളൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ അവര് അൽഹംദുലില്ലാഹ് നമുക്ക് നൽകിയ ഭക്ഷണമാണ്, വസ്ത്രമാണ്, നമുക്ക് നൽകിയ സൗകര്യമാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് എന്തെല്ലാം ഖിദ്മകൾ ചെയ്യുന്നുവോ അതിന്റെയൊക്കെ ഒരു ശതമാനം അവരെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പലവരും മരിച്ചുപോയി, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പോഴും വീട്ടിൽ എന്തുണ്ടെങ്കിലും ഞങ്ങളെ മോലേറ്റിയാണ് എന്ന് പറഞ്ഞ് മലപ്പുറത്ത് അങ്ങനെ വിളിക്കുക, മോലേറ്റി എന്നാ വിളിക്കുക. ഒരു മുതഅല്ലിം വീട്ടിലേക്ക് ഭക്ഷണത്തിന് വരുമ്പോൾ അങ്ങനെയാ വിളിക്കുക. അതുകൊണ്ട് എന്റെ മോലേറ്റിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും അൽഹംദുലില്ലാഹ് മഹബ്ബത്ത് വെക്കുന്ന ധാരാളം ആളുകളുണ്ട്. പടച്ചവനെ, എന്റെ ചെറുപ്പക്കാർ എല്ലാവർക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അടുത്ത വർഷത്തെ ഉറൂസിലേക്ക് ഇൻഷാ അല്ലാഹ് 50 കിലോ അരി ഇൻഷാ അല്ലാഹ് ഖാജ പാപ്പയുടെ മജ്ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് 50 കിലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. രണ്ടാമത്തെ ഒരാൾ 50 കിലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്ത വർഷത്തേക്ക് ഇൻഷാ അല്ലാഹ് അജ്മീർ ഉറൂസിലേക്ക് ഇൻഷാ അല്ലാഹ് 50 കിലോ അരി തരാൻ പറ്റുന്ന ആളുകൾ കൈപ്പൊക്കാനുണ്ടെങ്കിൽ കൈപ്പൊക്കി. അല്ലാഹു ഭക്ഷണത്തിൽ വലിയ വിശാലത ചെയ്തു തരണം. ബിസ്മില്ലാഹ്. ആരെങ്കിലും ഒരാൾ 50 കിലോ. അല്ലാഹു നീ കബൂലാക്ക് റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ ഇൻഷാ അല്ലാഹ്. ഇന്നത്ര വെച്ചത് സഖാഫി 1 കിൻഡൽ. അൽഹംദുലില്ലാഹ്, ഒരു 25 kg കൂടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ഒരാൾ പറയാ 25 kg. അല്ലാഹു നീ കബൂലാക്കണം റഹ്മാനെ. ഈ സദസ്സിലുള്ള എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ്, എന്റെ എല്ലാ സഹോദരിമാരും ഇൻഷാ അല്ലാഹ് ഒരു 1000 രൂപ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ ഖാജ പാപ്പയുടെ ഉറൂസിലേക്ക് മാംസത്തിലേക്ക് കരുതുക. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ജൗഹരി 25 പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അപ്പോൾ 1.5 ആയി ഇൻഷാ അല്ലാഹ്. ആടാന്ന് വെച്ച് അൽഹംദുലില്ലാഹ്, അപ്പൊ 2 ആട്. അല്ലാഹു ബറക്കത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്, അബ്ദുൽ റിയാസ് 2 ആടായി. ഇൻഷാ അല്ലാഹ് ഞാൻ കുറ്റിയടിക്കാനുള്ള ഡേറ്റ് ഞാൻ ഈ ഭാഗത്ത് വരുമ്പോ അത് നോക്കിയിട്ട് ഞാൻ ഹസനോട് ഇൻഷാ അല്ലാഹ് പറയും. അൽഹംദുലില്ലാഹ്, ആ ദിവസം നിങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത ആളുകളൊക്കെ നിങ്ങൾ എല്ലാവരും വരണം. വന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ആദ്യ ഗഡു എന്റെ കയ്യിൽ തരണം. നമ്മളത് തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് തുടങ്ങി കഴിയുമെങ്കിൽ നമുക്ക് റബീഉൽ അവൽ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ റബീഉൽ ആഖിറായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം നമുക്ക് നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതൊന്നും നമുക്ക് വേണ്ടിയല്ലോ, ഇന്ന്
ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു ഗർസ് പോലും ഈ സഖാഫിക്കോ ഈ കമ്മിറ്റിക്കാർക്കോ ആർക്കും ഓഹരി വെക്കാൻ കിട്ടൂല, ഒന്നും കിട്ടൂല. ഇതൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗ്ഗത്തിൽ അതിന് പകരം നമുക്ക് നൽകും. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇനി കൈ സഖാഫിന്റെ നിങ്ങൾ എല്ലാവരും കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാ ഇജാസത്തും ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ വളരെ ദൂരം എത്തണം. നാളെ രാവിലെ പോയിട്ട് വീണ്ടും പരിപാടികളാണ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തങ്ങളവർ യാത്ര പോവുകയാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മെ എല്ലാവരുടെയും മനസ്സ് കുളിർമിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് അത്യാവശ്യമായ ഉപദേശങ്ങൾ പറഞ്ഞു തന്നു. വലിയ ഒരു ദുആഇന് നേതൃത്വം നൽകി തന്നു. മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർകൾക്ക് അല്ലാഹു തആല ആഫിയത്തും ഹിമ്മത്തും ദീർഘായുസ്സും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ നേതൃത്വത്തിലായി കൊണ്ട് ഖാജ തങ്ങളുടെ ഈ മജ്ലിസിൽ പ്രഖ്യാപിക്കപ്പെട്ട ഹസനിയ സ്ഥാപനത്തിന്റെ എല്ലാ സംരംഭങ്ങളും തുടങ്ങാനും അത് എളുപ്പത്തിൽ പൂർത്തിയാക്കാനും അതിനെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മജ്ലിസ് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ മജ്ലിസാവാതെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖാജ തങ്ങളുടെ മജ്ലിസിലും ഇതുപോലെയുള്ള ആത്മീയ മജ്ലിസുകളിലുമെല്ലാം ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന, ഇവിടെ 100 വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയെടുത്ത നമ്മുടെ ഉപ്പുപ്പ, എന്റെ ഉമ്മയുടെ ഉപ്പ കുഞ്ഞമ്പതുക്ക എന്ന് പറയുന്ന ആളൊരു സാധാരണക്കാരനായി ജീവിച്ചു. ഒരു സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിൽ ഇടകലർന്ന് ജീവിച്ചു. പക്ഷേ അറിയുമ്പോൾ അദ്ദേഹം വലിയ ഒരു മഹാനായിരുന്നു. ഈ കൊറോണയുടെ അടുത്ത കാലത്ത് ഒരാൾ മരിച്ച് അയാളുടെ ഖബറിന്റെ അടുത്ത് മറ്റൊരു ഖബറെടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ആ ഉപ്പുപ്പയെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദഫൻ ചെയ്ത ആ ഖബറിൽ ബഹുമാനപ്പെട്ട ഉപ്പുപ്പയുടെ കഫൻ ചെയ്ത കഫൻ പുടക്ക് പോലും ഒരു പോരലുമേൽക്കാതെ സുരക്ഷിതമായ നിലക്ക് കിടക്കുന്നതായി കണ്ടു ഖബറെടുക്കുന്നവർ എന്ന് ഈ നാട്ടുകാർ പറഞ്ഞതാണ്. അത്രക്കും വലിയ ഒരു വ്യക്തിത്വമാണ് അവർ. ഞാൻ ഇന്ന് വരുമ്പോ കെമ്മാറത്ത് അബ്ദുറഹ്മാൻ ഹാജി എല്ലാ പരിപാടിക്കും ഇവിടെ വരുന്നവരാണ്. റഷീദ് ഹാജിന്റെ വാപ്പ, അദ്ദേഹം സുഖമില്ലാതെ സീരിയസിൽ കിടക്കുകയാണ്, സംസാരിക്കാൻ കഴിയുന്നില്ല. വലിയ പണ്ഡിതനാണ്. അല്ലാഹുവേ, അവർക്ക് ദുനിയാവാണോ ഖൈറ്, ആഖിറമാണോ ഖൈറ് നിനക്കറിയാം അല്ലാ. പടച്ചവൻ അവർക്ക് നീ ഖൈറ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, ഖൈറ് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. അബ്ദുറഹ്മാൻ ഹാജി എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ ഒരു നിലക്കും ഏത് പണിയെടുത്തിട്ടും ശരിയാകാതിരിക്കുമ്പോ നമ്മുടെ ഉപ്പുപ്പ ആ വഴിയിലൂടെ പോയത്രേ. പോയപ്പോൾ ഉപ്പുപ്പയോട് പറഞ്ഞപ്പോ ഉപ്പുപ്പ എന്തോ ഒരു കടലാസിലൊന്ന് എഴുതി കൊടുത്തിട്ടേ ഉള്ളൂ. അത് കൊടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കലോട് കൂടി ആ അസുഖം മാറി എന്ന് അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞു. പഴയ മനുഷ്യനാണ്. അങ്ങനെ വലിയ അത്ഭുതം കാണിച്ച വ്യക്തിത്വമാണ് നമ്മുടെ ഉപ്പുപ്പ. കുഞ്ഞമതുക്കായി എന്ന് പറയുന്നവർ ഇവർ മടപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാരൻ. അവരുടെ പള്ളിയെടുത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുതൽ അള്ളാഹുവിന്റെ ദീനുമായി നാട് ബന്ധപ്പെടാൻ തുടങ്ങി. അള്ളാഹുവേ, ഇവിടെ നടക്കുന്ന ഓരോ നല്ല സംരംഭങ്ങളിലെയും ഓരോ സെക്കൻഡുകളുടെയും ഹസനാത്ത് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ പള്ളിയുടെ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ശീറണി വിതരണം ചെയ്യുന്നുണ്ട്, തബറുക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ആ തബറുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് കടന്നു വന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം സംഘാടകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പടച്ചറബ്ബേ, ഈ മജ്ലിസിൽ ഇത്രയും നേരം ഞങ്ങൾ ഇരുന്നത് മഹാനായ ഖാജ തങ്ങളുടെ മജ്ലിസാണെന്ന് കരുതിക്കൊണ്ടാണ്. റബ്ബേ, ഇന്ത്യയുടെ സുൽത്താനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ച ആ
ഖാജാ തങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങൾ ഇവിടെ ഇരുന്നതിന് പകരം ഖാജാ തങ്ങളുടെ ദർബാറിലേക്ക് അജ്മീറിലേക്ക് നീ ഞങ്ങളെ എത്തിച്ചു തരണേ അല്ലാ. ആ ഖാജാ തങ്ങളുടെ തിരുനോട്ടം നീ ഞങ്ങൾക്ക് ദായിമാക്കി തരണേ അല്ലാ. ആ ഖാജാ തങ്ങളെ സ്നേഹിച്ചതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിശുദ്ധ സ്വർഗത്തിലേക്ക് അവിടുത്തെ പേരക്കുഞ്ഞാകുന്ന ഖാജാ തങ്ങൾ കടക്കുമ്പോ ഖാജാ തങ്ങളുടെ മുഹിബ്ബീങ്ങളായ ഞങ്ങളെയും ഖാജാ തങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ത്യയിലെ പള്ളികളും മദ്രസകളും ദീനീ സംരംഭങ്ങളും തകർക്കുവാനും പിടിച്ചെടുക്കുവാനും ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവർത്തിച്ച് ഖാജാ തങ്ങളുടെ പള്ളിയടക്കം അത് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. യാ റബ്ബ് യാ അല്ലാഹ്, നിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് മുത്തുനബി തങ്ങൾ നിയോഗിച്ച ഖാജാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അത്തരക്കാരുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ശർറുകളിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ പള്ളികളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മദ്രസകളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ കാവലും നിന്റെ സഹായവും മാത്രമാണ് റബ്ബേ ഞങ്ങൾക്കുള്ളത്. ഖാജാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ലാ. ഹസനിയ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ പറയുമ്പോൾ സഹായം വാഗ്ദാനം ഏറ്റെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കുടുംബത്തിനും വലിയ ഖൈർ നീ നൽകണേ അല്ലാ. ബറക്കത്ത് നീ നൽകണേ അല്ലാ. സന്തോഷം നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രിയങ്കരനായ ഷാഫി സഖാഫിക്കും അവരുടെ കുടുംബത്തിനും നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കോഴി ഏലമുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും സഹകരിക്കണം. കൂടി എല്ലാവർക്കും ഹസനിയ സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. കോഴി നല്ല നാടൻ കോഴിയായിരിക്കും ഇൻഷാ അല്ലാഹ്. ലേലം വിളിച്ച് ഇൻഷാ അല്ലാഹ് അത് വിറ്റ് ഏറ്റെടുത്ത് നിങ്ങൾ എല്ലാവരും ഒരു 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലി പോകണമെന്ന് അറിയിക്കുന്നു. സതീശൻ ഇവിടെ ചെറിയ സംഭാവന തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ബർക്കത്തും സന്തോഷവും സതീശന് കുടുംബത്തിന് അള്ളാഹു താല നൽകുമാറാകട്ടെ. കോയി എത്ര വിളിക്കുന്നു സാർ? 300 500 രൂപ.